ഗ്ലാസ്സിൽ തുടരെ തുടരെ മദ്യം നുരഞ്ഞു പൊന്തി. അലക്സാണ്ടർ മദ്യം അകത്താക്കി. മനസ്സിൽ നിന്നും ഒന്നും മായുന്നില്ല. പൈലിയുടെ ഭീഷണി, സാവിയോയുടെ ഭീഷണി, കിഷോറിന്റെയും ജെയിംസിന്റെയും കളിയാക്കൽ. കിഷോറും ജെയിംസും മരിച്ചു പോയില്ലേ, പിന്നെ എങ്ങനെ? അതൊക്കെ തന്റെ തോന്നലായിരുന്നു. എന്താണെങ്കിലും അവർ പറഞ്ഞത് സത്യം തന്നെയല്ലേ? കല്ലൂക്കാരൻ അലക്സാണ്ടർ ഇപ്പോൾ ഒരു കോമാളിയായി മാറി. അലക്സാണ്ടർ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. കാല് നിലത്തുറയ്ക്കുന്നില്ല. അതിനു മാത്രം മദ്യം അകത്ത് ചെന്നിട്ടുണ്ട്. ബെഡ്റൂമിൽ പിടിപ്പിച്ചിരിക്കുന്ന വലിയ ഒരു മിറർ ഗ്ലാസിന് മുന്നിൽ അലക്സാണ്ടർ നിന്നു. അതിൽ കാണുന്ന തന്റെ പ്രതിബിംബം പോലും തന്നെ പരിഹസിക്കുന്നത് പോലെ തോന്നി അലക്സാണ്ടറിന്. ഇതെല്ലാം അപ്പുറത്തിരുന്ന് നാരായണൻ കാണുന്നുണ്ടായിരുന്നു. ഒരു പരിഹാസ ചിരിയോടെ അയാൾ ദർശനയുടെ മുറിയിലേക്ക് പോയി. അവിടെ മുക്കറ്റം കുടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതല്ലേ പറ്റൂ. ചെന്നപാടെ നാരായണൻ ദർശനയോട് പറഞ്ഞു, അയാൾ എന്ത് വേണേലും ആവട്ടെ, നിങ്ങൾക്കെന്താ? നളിനി ദേഷ്യത്തോടെ പറഞ്ഞു. പണ്ടാരം, ഇവിടെ നിന്ന് പോകാമെന്ന് വെച്ചാൽ ആ സാവ്യോ എന്ന് പറയുന്നവൻ സമ്മതിക്കുകയുമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾ വിത്ത് മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വേട്ടയുടെ അടുത്ത എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. നാരായണൻ നളിനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതൊന്നും ദർശന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ മകളായിരുന്നു. അവളിപ്പോൾ എവിടെയായിരിക്കും? തന്നെ ഓർത്ത് കരയുകയാവുമോ? ഭക്ഷണം വല്ലതും കൊടുത്തു കാണുമോ അവൾക്ക്? അവളെ നല്ലതുപോലെ നോക്കുവാൻ ആരെങ്കിലും ഉണ്ടാവുമോ? മകളെപ്പറ്റി ഓർക്കുമ്പോൾ ദർശന തേങ്ങിപ്പോയി. പെട്ടെന്ന് ദർശനയുടെ ഫോൺ ബെല്ലടിച്ചു. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. അവൾ ഫോൺ എടുത്തു. ആരാണെന്നറിയില്ല. ഒരുപക്ഷെ മകളെപ്പറ്റി വല്ലതും പറയാനാണെങ്കിലോ? ആരാ മോളെ? നളിനി ചോദിച്ചു. നളിനിയോട് മറുപടി പറയാതെ ദർശന ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റു. അപ്പുറത്ത് ക്ലീറ്റസ് ആയിരുന്നു. മോൾക്ക് ദർശനയെ കാണണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്ന സ്ഥലത്ത് രാവിലെ 10 മണിക്ക് വന്നാൽ മതി. വേറെ ആരും അറിയരുത്. ആരെയും കൂട്ടാനും പാടില്ല. ഒറ്റയ്ക്ക് വേണം വരാൻ. നിങ്ങൾ എവിടേക്കാണ് എൻ്റെ മോളെ കൊണ്ടുപോയിരിക്കുന്നത്? ദൈവത്തെ ഓർത്ത് അവളെ എനിക്ക് വിട്ടുതാ. എനിക്കിനി അവൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവനാ എൻ്റെ മോള്. ജീവന് തുല്യം സ്നേഹിക്കുന്ന ആളെ നഷ്ടപ്പെടുമ്പോഴോ കാണാതിരിക്കുമ്പോഴോ ഉള്ള വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. ദേഷ്യം കൊണ്ട് ദർശന പറഞ്ഞു. സ്നേഹിക്കുന്നവരെ കാണാതിരിക്കുമ്പോഴുള്ള വേദനയൊക്കെ എനിക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായില്ലെങ്കിലും റോക്കിക്കത് മനസ്സിലാവും. ജീവന് തുല്യം സ്നേഹിച്ചയാൾ കോടീശ്വരനായ ഒരാളുടെ ബന്ധം വന്നപ്പോൾ ഒരു നിമിഷം കൊണ്ട് അവനെ ഇട്ടേച്ചു പോയപ്പോൾ ആ വേദന അവൻ അനുഭവിച്ചതാ. അത് കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് നഷ്ടപ്പെടുമ്പോഴുള്ള ആളുകളുടെ വേദനയെപ്പറ്റി തൽക്കാലം ദർശന പറയേണ്ട. ദർശനയേക്കാൾ കൂടുതൽ അതവനറിയാം. ക്ലീറ്റസ് ഫോണ് കട്ട് ചെയ്തു. അല്ലെങ്കിൽ തന്നെ ദർശനയ്ക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. ആരായിരുന്നു മോളെ ഫോണിൽ? നളിനി പുറകെ വന്ന് ചോദിച്ചു. ആദ്യം ദർശന പറഞ്ഞാലോ എന്ന് കരുതി. പക്ഷേ ആരും അറിയരുതെന്നാണ് ക്ലീറ്റസ് പറഞ്ഞിരിക്കുന്നത്. തന്റെ മകളെ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് തൽക്കാലം പറയണ്ട. എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. എന്നിട്ടൊരു പരിചയമില്ലാത്ത പോലെ ആയിരുന്നല്ലോ നീ ഫോൺ അറ്റൻഡ് ചെയ്തത്. അത് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായിരുന്നു അവൾ വിളിച്ചത്. അവളുടെ പുതിയ നമ്പറായിരുന്നു. നളിനിയുടെ മുഖത്ത് നോക്കാതെ ദർശന അകത്തേക്ക് പോയി. പുറത്ത് ജോലിക്ക് നിൽക്കുന്ന പയ്യന്റെ നിലവിളി ശബ്ദം കേട്ട് രാജീവ് കൃഷ്ണൻ ഞെട്ടി എഴുന്നേറ്റു. സമയം നോക്കിയപ്പോൾ 8 മണി. സാധാരണ 5 മണിക്ക് മുൻപ് എഴുന്നേൽക്കുന്നതാണ്. ജോഗിംഗ് പോലും ചെയ്യാൻ പറ്റിയില്ല. ചാടി എഴുന്നേറ്റ് രാജീവ് കൃഷ്ണൻ മുൻവശത്തെ വാതിൽ തുറന്നു. പയ്യൻ ഭയന്ന് വിറയ്ക്കുന്നു. എന്താടാ, നീ എന്താ കിടന്ന് വിറയ്ക്കുന്നത്? രാജീവ് കൃഷ്ണൻ അവനോട് ചോദിച്ചു. അവൻ ചെടികളുടെ ഇടയിലേക്ക് വിരൽ ചൂണ്ടി. ആ ഭാഗത്തേക്ക് നോക്കിയ രാജീവ് കൃഷ്ണൻ നടുങ്ങി. ചെടികൾക്ക് നടുവിൽ ഒരാളുടെ തല. രാജീവ് കൃഷ്ണൻ അങ്ങോട്ടേക്ക് ചെന്നു. അത് വർക്കിയുടെ ശിരസാണെന്ന് രാജീവ് കൃഷ്ണന് മനസ്സിലായി.
ശിരസിനൊപ്പം ഒരു ലെറ്റർ ഉണ്ട്. രാജീവ് കൃഷ്ണൻ അതെടുത്ത് വായിച്ചു. എന്റെ പിന്നാലെയുള്ള നിന്റെ വരവും അന്വേഷണവും ഇന്നത്തോടെ അവസാനിപ്പിക്കുക. ഇനിയും വരാനാണ് ഭാവമെങ്കിൽ, എന്നെപ്പറ്റി അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, നിന്റെ ശിരസ് വെട്ടിയെടുത്ത് പൊതുദർശനത്തിന് വെക്കും ഞാൻ എന്ന് സാവിയോ. രാജീവ് കൃഷ്ണന്റെ കയ്യിൽ നിന്നും ആ ലെറ്റർ വിറച്ചു. ദർശന ഡ്രസ്സ് മാറി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നളിനി പുറകെ ചെന്നു. നീ എവിടേക്കാ ഇപ്പോൾ? ഇന്നലെ എന്നൊരു ഫ്രണ്ട് വിളിച്ചില്ലേ, അവളെ ഒന്ന് കാണാൻ. ദർശന ഇത്രയും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി മെയിൻ റോഡിൽ കൂടി മുന്നോട്ട് നടന്നു. 1 കിലോമീറ്ററെങ്കിലും നടന്നു കാണും. ഒരരികിൽ കിടക്കുന്ന കാർ ദർശന കണ്ടു. ക്ലീറ്റസ് അതിലുണ്ടായിരുന്നു. ദർശന കാറിൽ കയറി. പെട്ടെന്ന് അവളുടെ കണ്ണ് പുറകിൽ നിന്നാരോ കെട്ടി. ദർശന ഭയന്നു പോയി. പേടിക്കണ്ട, ഒരു സേഫ്റ്റിക്കാ. തൽക്കാലം പോകുന്ന റൂട്ട് നീ അറിയണ്ട. കാറ് മുന്നോട്ട് പോയി. ഒന്നും ദർശന കാണുന്നുണ്ടായിരുന്നില്ല, ഇരുട്ടു മാത്രം. ഏതിലാണ് പോകുന്നതെന്തോ എന്താണ് വഴിയെന്നോ ഒന്നും ദർശന അറിഞ്ഞില്ല. ഇതേ സമയം ചിന്നുമോളെ കുളിപ്പിച്ച് മുടിയൊക്കെ ചീകി കൊടുക്കുകയായിരുന്നു കീർത്തന. ഇതെന്താ ആന്റി, ഇവിടെ അടുത്തെങ്ങും വീടുകളില്ലല്ലോ, എന്തോരം മരങ്ങളാ, കാണാൻ നല്ല രസം. കുറെ കുരങ്ങന്മാർ ചാടിപ്പോകുന്നത് കണ്ടു. എന്തോരം കുരങ്ങന്മാരാ, കാട്ടിലാണോ നമ്മൾ താമസിക്കുന്നത്? അതെ. അതെന്താ, കാട്ടിൽ മൃഗങ്ങളല്ലേ താമസിക്കണേ? ആര് പറഞ്ഞു? കാട്ടിൽ താമസിക്കുന്ന മനുഷ്യരും ഉണ്ടല്ലോ. ആണോ? പിന്നില്ലാതെ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഒരുപാട് ദൂരെയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. മോള് വിളിച്ചാൽ അപ്പോൾ അമ്മ പറന്നു വരില്ലേ? അയ്യേ, ഈ ആൻറ്റിക്കൊന്നും അറിയില്ല. പറന്നു വരണമെങ്കിൽ വിങ്സ് വേണ്ടേ? അമ്മയ്ക്ക് വിങ്സ് ഇല്ലല്ലോ. കീർത്തന ചിന്നുമോള് പറയുന്നത് കേട്ട് ചിരിച്ചു പോയി. ഇതുപോലൊരു കാന്താരി. ചിന്നുമോൾ അത് കഴിഞ്ഞ് റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. പുറത്തേക്ക് നോക്കിയിരുന്നു സിഗരറ്റ് വലിക്കുകയായിരുന്നു റോക്കി. ചെന്ന ഉടനെ അവൾ തോണ്ടി. അവൻ മൈൻഡ് ചെയ്യാത്തത് കാരണം അവൾ വീണ്ടും തോണ്ടി. ഇത് വലിയ ശല്യമായല്ലോ. എന്താണ് നിനക്ക് വേണ്ടത്? ദേഷ്യത്തോടെ റോക്കി ചോദിച്ചപ്പോൾ ചിന്നുമോള് വിതുമ്പി. ചിന്നുമോൾ കരയുന്ന ശബ്ദം കേട്ട് കീർത്തന അങ്ങോട്ടേക്ക് ചെന്നു. ഈ സാധനത്തിന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊണ്ടുപോ, ശല്യം. കുട്ടിയല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ? കുട്ടി, കല്ലൂക്കാരന്മാരുടെ വിഷവിത്ത്. പല്ല് ഞെരിച്ചുകൊണ്ട് റോക്കി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം കേട്ടു. അവർ വരുന്നുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ ക്ലീറ്റസും ദർശനയും കൂടി കയറി വന്നു. ചിന്നുമോള് ദർശനയെ കണ്ട് ഓടിച്ചെന്നു. ദർശനയുടെ അവസ്ഥയും അതായിരുന്നു. തന്റെ മകളുടെ നേരെ അവൾ പാഞ്ഞു വന്നു. എന്നാൽ റോക്കി മുന്നിൽ കയറി നിന്നു. 1/2 മണിക്കൂറാണ് സമയം, അതിനുള്ളിൽ കണ്ട് തിരിച്ചു പോയിക്കൊള്ളണം. റോക്കി പറഞ്ഞപ്പോൾ ദർശന മറുപടി പറഞ്ഞില്ല. റോക്കി മുന്നിൽ നിന്നും മാറിയതും ദർശന മകളെ വാരിയെടുത്തു. തന്റെ മാറോട് ചേർത്ത് ചുംബിച്ചു. നിറ കണ്ണുകളോടെ കീർത്തന ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. റോക്കി മാറി നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. ലൈറ്റർ കൊണ്ട് കത്തിച്ചു. ഈ സമയം ദർശനയും മകളും അവരുടേതായ ലോകത്തായിരുന്നു. 1/2 മണിക്കൂർ പെട്ടെന്ന് പോകല്ലേ എന്ന പ്രാർത്ഥനയായിരുന്നു ദർശനയ്ക്ക്. സമയം കടന്നുപോയി. മതി മതി, ഇനി പോകാൻ നോക്ക്, റോക്കി പറഞ്ഞു. ദർശന എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു. പോവുകയാണ് ഞാൻ. എന്നോടുള്ള ദേഷ്യം എൻ്റെ മകളോട് തീർക്കരുത്. നിന്നോട് എനിക്കെന്ത് ദേഷ്യം? മരിച്ച ആളുകളോട് ആരെങ്കിലും ദേഷ്യമുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുമോ? എൻ്റെ ദേഷ്യം കല്ലുകാരന്മാരോടാണ്, അവരോട് മാത്രം. പല്ല് ഞെരിച്ചുകൊണ്ടാണ് റോക്കി അത് പറഞ്ഞത്. എൻ്റെ മകളെ തട്ടുകൊണ്ടു പോവുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടം എനിക്കാണ്, എനിക്ക് മാത്രം. അത് പറയുമ്പോൾ ദർശന തേങ്ങിപ്പോയി. റോക്കി മറുപടി പറഞ്ഞില്ല. എൻ്റെ മോളെ നോക്കിക്കോളണേ. അത് പറയുമ്പോൾ ദർശനയുടെ ശബ്ദമിടറി. ഒരു തേങ്ങൽ അവളുടെ ശബ്ദത്തിൽ നിന്നും പുറത്തു വന്നു. റോക്കി മറുപടിയൊന്നും പറയാതെ നിന്നു. ആ നിമിഷമാണ് റോക്കിയുടെ ഫോൺ ബെല്ലടിച്ചത്. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ സാവിയോ ആയിരുന്നു. ഹലോ റോക്കി, ദർശന അവിടെ എത്തിയോ? അത് കേട്ട് റോക്കി നടുങ്ങി. ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാവും നീ കരുതുന്നത്? എൻ്റെ കണ്ണ് വെട്ടിച്ച് നിനക്കൊന്നും ചെയ്യാനാവില്ല റോക്കി. നിന്റെ പിന്നിൽ തന്നെയുണ്ട് എൻ്റെ 2 കണ്ണുകൾ. റോക്കി ചുറ്റും നോക്കി. നീ പേടിക്കണ്ട, ഞാൻ അവിടെ വന്നിട്ടില്ല. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ വന്ന് ഞാൻ ആരെയും പിടിച്ചു കൊണ്ടുപോവില്ല. നീ അവരെ ഇവിടെ കൊണ്ടുവരും, എൻ്റെ കൺമുന്നിൽ.
ഇല്ല എങ്കിൽ നിന്റെ കൂട്ടുകാരന്റെ മരണം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. ആ കുട്ടിയെ നീ കൊന്നാൽ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് ആ കൊച്ചിനെ മുന്നിൽ നിർത്തി വിജയിക്കാമെന്ന് നീ കരുതണ്ട. ഫോൺ കട്ടായി. റോക്കി പല്ല് ഞെരിച്ചു. കല്ലൂക്കാരന്മാർ മുഴുവൻ ലോക ചെറ്റകളാണല്ലോടി. സ്വന്തം കാര്യം. ഈ കൊച്ചിനെ കൊന്നാൽ പോലും അവന്മാർക്ക് ഒന്നുമില്ല എന്ന്. എങ്കിൽ പിന്നെ ഞാൻ കൊന്നുകളയാം. റോക്കി ആരാണെന്ന് അവന്മാരും അറിയട്ടെ. റോക്കി പറഞ്ഞപ്പോൾ ദർശന നടുങ്ങിപ്പോയി. റോക്കി, എന്റെ മകളെ നീ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകൊള്ളൂ. ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ മകൾ, അവൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അവളെ നീ ഒന്നും ചെയ്യരുത്. ഇല്ലടി, കൊല്ലും. കല്ലൂക്കാരന്മാർ എല്ലാത്തിനെയും ഞാൻ കൊല്ലും. നീ ഉൾപ്പെടെ എല്ലാത്തിനെയും. എന്റെ ഡയാന മോളെ ക്രൂരമായി കൊന്ന ചെറ്റകളുടെ രക്തം തന്നെയാണിതും. ഈ രക്തവും വിഷം തന്നെയാണ്. കൊന്നുകളയും ഞാൻ ഇതിനെയും. റോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് ദർശനയുടെ മുഖഭാവം മാറിയത്. ഇല്ല റോക്കി, ഇതിന് നിനക്കൊന്നും ചെയ്യാനാവില്ല. ഇനി ചെയ്താൽ അവിടെ നിനക്ക് തെറ്റും. നിന്റെ കണക്ക് മുഴുവൻ തെറ്റും. കാരണം ഈ കുട്ടി കല്ലൂക്കാരൻ ജെയിംസിൻ്റെതല്ല, നിന്റേതാണ്. ദർശന പറഞ്ഞപ്പോൾ നടുങ്ങിപ്പോയി റോക്കി. കേട്ടത് വിശ്വസിക്കാനാവാതെ റോക്കി അമ്പരന്ന് പുറകിൽ നിൽക്കുന്ന കീർത്തനയെ നോക്കി. കീർത്തനയും അമ്പരന്ന് നിൽക്കുകയായിരുന്നു. ക്ലീറ്റസിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. നീ നീ കള്ളം പറയുകയാണ്. ഞാനത് വിശ്വസിക്കില്ല. വിശ്വസിക്കാനാവാതെ റോക്കി പറഞ്ഞു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അത് തന്നെയാണ്. പിന്നെ ഇതുപോലൊരു കാര്യം ജയിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഒരാളും പറയില്ല. ഇത് എനിക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കും മാത്രം അറിയാം. റോക്കി മരവിച്ച് നിന്ന് പോയി. ഓർമ്മയില്ലേ നിനക്ക് നല്ല മഴയുള്ള കോളേജ് പരിസരത്തെ ആ രാത്രി? അതോ അത് മറന്നോ? ദർശന അത് പറഞ്ഞപ്പോൾ റോക്കിക്ക് മറുപടി ഉണ്ടായില്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം റോക്കി. നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു. പക്ഷേ നിന്നെ വിവാഹം കഴിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ദുരിതങ്ങൾ ഓർത്തപ്പോൾ നിന്നിൽ നിന്നും അകലാൻ എൻ്റെ ഉപബോധ മനസ്സ് എന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഒരു പക്ഷേ നിന്റെ ശത്രുക്കൾ എന്നെയും വേട്ടയാടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നൽ എന്നെ നിന്നിൽ നിന്നും അകലാൻ പ്രേരിപ്പിച്ചു. ഒരുപാട് സുഖലോലുപതയിൽ ജീവിച്ച എനിക്ക് നിന്റെ വീട്ടിലെ ജീവിതം ദുരിതപൂർണമാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് മറ്റൊരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടാൻ എന്നെ പ്രേരിപ്പിച്ചത്. എന്നാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം ആ നടക്കുന്ന സത്യം ഞാൻ അറിഞ്ഞു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന സത്യം. വിവരമറിഞ്ഞ അമ്മ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. പപ്പ അറിഞ്ഞിരുന്നെങ്കിൽ അതും സംഭവിക്കുമായിരുന്നു. അങ്ങനെയാണ് ജയിലിൽ പോയി നിന്നെ കാണണമെന്ന ആഗ്രഹവുമായി ക്ലീറ്റസിനെ കാണാൻ ഞാൻ വന്നത്. പക്ഷേ നിന്നെ കാണാൻ ക്ലീറ്റസ് സമ്മതിച്ചില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ക്ലീറ്റസിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ ജെയിംസിന് മുന്നിൽ എനിക്ക് തല കുനിക്കേണ്ടി വന്നു. ഇതുവരെ എനിക്കും അമ്മയ്ക്കുമല്ലാതെ വേറെ ആർക്കും ഇതറിയില്ല. തൻ്റെ കൈയും കാലും തളരുന്നത് പോലെ തോന്നി റോക്കിക്ക്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു തിരിച്ചടി കിട്ടിയതുപോലെ. ഇനിയും അവളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊന്നോളൂ. സ്വന്തം അപ്പൻ്റെ കൈകൊണ്ട് മരിക്കാനാവും അവളുടെ വിധി. ദർശന അത് പറഞ്ഞപ്പോൾ തേങ്ങി. ദർശന ചിന്നുമോളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അമ്മ പോട്ടെ മോളെ. തേങ്ങലോട് ദർശന പറഞ്ഞു. ചിന്നുമോള് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മേ, പോവല്ലേ അമ്മേ. മോളെ വിട്ട് പോകല്ലേ അമ്മേ. കരച്ചിലിനിടയിൽ ചിന്നുമോള് പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പോയിട്ട് വരാം മോളെ. കണ്ണു തുടച്ചുകൊണ്ട് ദർശന പറഞ്ഞു. അധിക നേരം അവിടെ നിൽക്കാനാവാതെ ദർശന തിരിഞ്ഞു നടന്നു. നിൽക്ക്. റോക്കി പെട്ടെന്നാണ് ദർശനയെ വിളിച്ചത്. അവൾ റോക്കിയെ തിരിഞ്ഞു നോക്കി. റോക്കി ചിന്നുമോളെയും പിടിച്ചുകൊണ്ട് ദർശനയുടെ അടുത്തേക്ക് ചെന്നു. കൊണ്ടുപോയിക്കോ. കുട്ടിയെ ദർശനയുടെ നേരെ ഇട്ടുകൊണ്ട് റോക്കി പറഞ്ഞു. വിശ്വസിക്കാനാവാതെ റോക്കിയെ നോക്കി ദർശന. പറഞ്ഞത് കാര്യമായിട്ടാണ്. കൊണ്ടുപോയിക്കോ. റോക്കി തിരിഞ്ഞു നടന്നു. ദർശന സന്തോഷത്തോടെ മകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയി. റോക്കി വീടിനകത്തേക്ക് കയറിപ്പോയി. പോകുന്ന വഴിക്ക് കീർത്തനയെ ചിന്നുമോള് തിരിഞ്ഞു നോക്കി. എന്നിട്ട് തൻ്റെ കുഞ്ഞ് കൈവീശി കാണിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അകത്ത് മുറിയിൽ തളർന്നിരിക്കുന്ന റോക്കിയുടെ അടുത്തേക്ക് കീർത്തന നടന്നു ചെന്നു. റോക്കിയുടെ തീരുമാനം ശരിയായിരുന്നു. ആ അമ്മയെയും മകളെയും തമ്മിൽ പിരിച്ചിട്ട് എന്ത് സന്തോഷം നമുക്ക് കിട്ടാനാണ്. റോക്കിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് കീർത്തന പറഞ്ഞു. റോക്കി ദയനീയമായി കീർത്തനയെ നോക്കി.
അതെൻ്റെ മകളായിരുന്നു അല്ലേ? ഞാനതറിഞ്ഞില്ല. അവൾ എൻ്റെ അടുത്ത് വന്നു, പക്ഷെ ഞാൻ ആട്ടി ഓടിച്ചു. സ്വന്തം രക്തമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ മനസ്സിൽ ജെയിംസിനോടുള്ള പകയായിരുന്നു അത്. അത് മാത്രമായിരുന്നു. റോക്കിയുടെ കണ്ണുകൾ നിറഞ്ഞു. രാജീവ് കൃഷ്ണൻ താൻ ഇതുവരെ കണ്ടുപിടിച്ച കാര്യങ്ങൾ SP അരുണിമയെ അറിയിച്ചു. മേഡം, നമ്മൾ കരുതുന്നതിലും അപ്പുറത്താണ് സാവിയോ. അയാളെ വെറുമൊരു ക്രിമിനൽ എന്ന് മാത്രം പറയാനാവില്ല. അയാൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ്. രാജീവ് കൃഷ്ണൻ പറഞ്ഞു. പക്ഷേ രാജീവ്, അയാളെ അത്ര പെട്ടെന്ന് കുടുക്കാനാവില്ലല്ലോ. എന്തുകൊണ്ട് മേഡം? തെളിവുകളാണ് ഞാൻ കാണിച്ചത്, വീഡിയോ ഉൾപ്പെടെ. ആ നിലയ്ക്ക് അയാൾ എന്തുമാത്രം സ്വാധീനമുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാനാവില്ല. ഇവിടെ വീഡിയോ ദൃശ്യങ്ങൾ വരെ ഞാൻ മേഡത്തെ കാണിച്ചില്ലേ? പൊതുപ്രവർത്തകൻ വേണുവിനെ അതിക്രൂരമായിട്ടല്ലേ അയാൾ കൊന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയത് എൻ്റെ അനിയനാണ്. അവനെയും അയാൾ... മേഡം, എന്ത് വില കൊടുത്തും അയാളെ കൊടുക്കണം. രാജീവ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സാവിയോയെ പോലെ ഒരാൾക്ക് നേരെ തിരിയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ വേണം പോകാൻ. രാജീവിൻ്റെ ഫാദർ റിട്ടയർഡ് DIG കൃഷ്ണകുമാർ സാർ, SI അരവിന്ദൻ, ഇവരൊക്കെ സാവിയോയ്ക്ക് നേരെ തിരിഞ്ഞവരാണ്. അവരെ ആരെയും അയാൾ വെറുതെ വിട്ടില്ല. കൂടെ നിന്ന് കളം മാറിയവരെയും അയാൾ വെറുതെ വിട്ടില്ല. ആ നിലയ്ക്ക് സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. കൂടുതൽ ഫോഴ്സും സന്നാഹവും ഉണ്ടാവണം. മേഡത്തിൻ്റെ അനുവാദം കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. പക്ഷേ ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് വെക്കാൻ. ചെറിയൊരു പാളിച്ച പറ്റിയാൽ കൂടെയുള്ള ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാവും. അറിയാം മേഡം, വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ മുന്നോട്ട് പോകൂ. രാജീവ് കൃഷ്ണൻ SPക്ക് ഉറപ്പ് കൊടുത്തു. ശക്തമായ മഴയും കാറ്റും. ആരൊക്കെയോ ഓടുന്നു. പുറകിൽ പാഞ്ഞു വരുന്ന വാഹനങ്ങൾ. ആ വാഹനങ്ങളിൽ അട്ടഹസിക്കുന്ന ഗുണ്ടകൾ. അവരുടെ കയ്യിൽ മൂർച്ചയുള്ള ആയുധങ്ങൾ. അവർ റോക്കിയുടെ നേരെ പാഞ്ഞു വരികയാണ്. അവനെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. റോക്കി മുന്നോട്ടോടുന്നു. അവനെ പിടിക്കുവാനായി ഗുണ്ടകൾ പുറകെ. പെട്ടെന്ന് മറ്റൊരു വാഹനത്തിൽ സാവിയോ പാഞ്ഞു വന്നു. സാവിയോയുടെ കയ്യിലുള്ള ആയുധം റോക്കിയുടെ നേരെ ആഞ്ഞെറിഞ്ഞു. അത് റോക്കിയുടെ മുതുകിൽ തറഞ്ഞു കയറി. ഒരു നിലവിളിയോടെ റോക്കി നിലത്ത് വീണു. സാവിയോയും ഗുണ്ടകളും റോക്കിയുടെ നേരെ പാഞ്ഞു വന്നു. പെട്ടെന്ന് ക്ലാര ഞെട്ടി എഴുന്നേറ്റു. അവൾ നന്നായി വിയർത്തു. ആദ്യമായാണ് ഇതുപോലൊരു സ്വപ്നം. റോക്കി, അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ? തൊണ്ട വരളുന്നത് പോലെ തോന്നി ക്ലാരയ്ക്ക്. പൈലി ക്ലാരയ്ക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടു കൊടുത്തു. അത് മുഴുവൻ ക്ലാര കുടിച്ചു തീർത്തു. എനിക്ക് റോക്കി ഒന്ന് കാണണം. അവൻ എന്തോ അപകടം പറ്റിയതുപോലെ ഒരു തോന്നൽ. അതൊക്കെ നിന്റെ തോന്നല, അവനൊന്നും പറ്റിയിട്ടില്ല. പൈലി ക്ലാരയെ ആശ്വസിപ്പിച്ചു. ഇല്ല, എനിക്ക് കാണണം. എൻ്റെ മനസ്സ് പറയുന്നു എന്തോ അപകടം വരാൻ പോകുന്നുവെന്ന്. ശരി, പോകാം. നേരം വെളുക്കട്ടെ. അതിനൊന്നും നേരമില്ല. എനിക്കിപ്പോൾ തന്നെ കാണണം. ഈ പാതിരാത്രിക്കോ? നേരം വെളുക്കട്ടെ, ഒന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിരിക്കൂ. ഒരു സ്വപ്നമല്ലേ നീ കണ്ടുള്ളൂ. അതൊന്നും യാഥാർത്ഥ്യമാവണമെന്നില്ല. പൈലി അത് പറഞ്ഞപ്പോൾ തന്നെ പുറത്ത് ആരൊക്കെയോ നടക്കുന്നത് പോലുള്ള ശബ്ദം കേട്ടു. പൈലി ക്ലാരയോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. എന്നിട്ട് പുറത്തേക്ക് ശ്രദ്ധിച്ചു. ശരിയാണ്, പുറത്ത് ആരൊക്കെയോ നടക്കുന്നുണ്ട്. ഒരാളല്ല, ഒരുപാട് പേർ. ക്ലാര ഭയന്നു. പൈലി താൻ മാറ്റിവെച്ചിരുന്ന വടിവാളെടുത്തു. എന്നിട്ട് മുൻവാതിലിന്റെ അടുത്തേക്ക് ചെന്നു. ഒരു നിമിഷം ശാന്തമായി നിന്ന ശേഷം പതുക്കെ വാതിലിന്റെ സാക്ഷി എടുത്തു. പതുക്കെ വാതിൽ തുറന്നു. പുറത്ത് കൂരിരുട്ട്. പൈലി ശ്രദ്ധയോടെ ചുറ്റും നോക്കി. എങ്ങും നിശബ്ദത. പെട്ടെന്ന് ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഒരാൾ പൈലിയുടെ അടുത്തേക്ക് ചാടി വീണു. നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങിയ പൈലി തന്റെ കാലുകൊണ്ട് അവന്റെ കീഴ്വയറ് നോക്കി ചവിട്ടി. അവൻ വന്നതുപോലെ തെറിച്ചുപോയി. ഇരുട്ടിന്റെ മറവ് പറ്റി നിൽക്കുന്നത് ഏതവനാണെങ്കിലും മുന്നോട്ട് വാടാ. പൈലി പറഞ്ഞ നിമിഷം തന്നെ കുറച്ചാളുകൾ മുന്നോട്ട് ചാടി വീണു. അവർ ഒരു 8-10 പേരുണ്ടായിരുന്നു. പൈലി തന്റെ കയ്യിലിരിക്കുന്ന വാള് വായ് കൊണ്ട് കടിച്ചു പിടിച്ച ശേഷം തന്റെ മുണ്ട് മടക്കി കുത്തി. അതിനുശേഷം വാള് കയ്യിലെടുത്തു. വാടാ, ഒറ്റയ്ക്കല്ല, കൂട്ടത്തോടെ തന്നെ വാ. പൈലി ആരാണെന്ന് കാണിച്ചു തരാം. ആ ഗുണ്ടകളെല്ലാവരും പൈലിക്ക് നേരെ പാഞ്ഞു വന്നു.
പിന്നെ അവിടെ നടന്നത് യുദ്ധമായിരുന്നു. യുദ്ധമെന്ന് വെച്ചാൽ പൊരിഞ്ഞ യുദ്ധം. പൈലിയുടെ കൈകരുത്തിനും മെയ് വഴക്കത്തിനും മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒരു തികഞ്ഞ യോദ്ധാവിനെ പോലെ പൈലി അവരോട് പോരാടി. ആ സമയത്ത് അവിടെ ഒരു വാൻ വന്നു നിന്നു. വാനിന്റെ ഡോർ തുറന്നതും അതിൽ നിന്നും 4-5 ഭീകരന്മാരായ നായകൾ ചാടിയിറങ്ങി. ഈ സമയവും പൈലി തന്റെ എതിരാളികളെ നേരിടുകയായിരുന്നു. നായകൾ പൈലിയുടെ നേരെ പാഞ്ഞു വന്നു. ഉറക്കം വരാതെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു റോക്കി. ഇടയ്ക്കെപ്പോഴോ എഴുന്നേറ്റ കീർത്തന അത് കണ്ടു. പുറത്ത് മഴ ചാറുന്നുണ്ട്. കീർത്തന റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി മഴ നോക്കി നിൽക്കുന്നത്? ഉറങ്ങുന്നില്ലേ? റോക്കി മറുപടി പറഞ്ഞില്ല. കീർത്തന റോക്കിയുടെ തോളിൽ കൈവച്ചു. ഒരു ഞെട്ടലോടെ റോക്കി തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ മാഷേ, ഉറക്കമൊന്നുമില്ലേ എന്ന്? തമാശ ഭാവത്തിലാണ് കീർത്തന അത് ചോദിച്ചത്. എന്നാൽ റോക്കിയുടെ മുഖം ഗൗരവപൂർവമായിരുന്നു. എന്തോ കാര്യമുണ്ടെന്ന് കീർത്തനയ്ക്കും തോന്നി. എന്തുപറ്റി? മുഖമാകെ മാറിയിരിക്കുന്നു. അത് എന്തോ അപകടം വരാൻ പോകുന്നു എന്നൊരു തോന്നൽ. റോക്കിയുള്ളപ്പോൾ എന്തപകടം വരാൻ? എനിക്ക് പേടിയില്ല. വീണ്ടും തമാശാഭാവത്തിൽ കീർത്തന പറഞ്ഞു. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ് കീർത്തനെ. റോക്കി എന്നത് ഒരു വ്യക്തി മാത്രമാണ്. എന്നാൽ ശത്രുക്കൾ ശക്തരാണ്. സാവിയോ, അയാൾ ഏതറ്റം വരെയും പോകും. റോക്കി പറഞ്ഞു. റോക്കിക്ക് പേടിയുണ്ടോ? കീർത്തന ചോദിച്ചു. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കീർത്തന അമ്പരപ്പോടെ റോക്കിയെ നോക്കി. അപ്പോഴേക്കും ക്ലീറ്റസും അവരുടെ അടുത്തേക്ക് വന്നു. എന്റെ പേടി എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നോർത്തല്ല. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ആളുകൾക്ക് വല്ലതും പറ്റുമോ എന്നാണ് എൻ്റെ ഭയം. ഇപ്പോൾ ആന്റണി, അവൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അവനെ രക്ഷിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. നിങ്ങളെ കൊണ്ടുകൊടുത്താൽ അവനെ വെറുതെ വിടാമെന്ന് പറഞ്ഞെങ്കിലും സാവിയോ അത് ചെയ്യില്ല. എല്ലാവരെയും അവൻ കൊല്ലും. ഭ്രാന്ത് പിടിച്ച ഒരു വ്യക്തിയാണവൻ. ശരിക്കും ഒരു സൈക്കോ. അവന് ജീവിതത്തിൽ ഇഷ്ടമുള്ളത് അവനെ മാത്രമാണ്. മറ്റാരെയും അവന് ഇഷ്ടമല്ല. അവന് ജീവിക്കാൻ ആരെ വേണമെങ്കിലും അവൻ കൊല്ലും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാണോ റോക്കി പറയുന്നത്? ക്ലീറ്റസ് ആണ് അത് ചോദിച്ചത്. അതെ, ഇപ്പോൾ എനിക്ക് പേടി നമ്മുടെ അപ്പനെയും അമ്മയെയും ഓർത്താണ്. അവർക്കെന്തോ അപകടം പറ്റാൻ പോകുന്നു എന്നൊരു തോന്നൽ. റോക്കി കീർത്തനയുടെ നേരെ തിരിഞ്ഞു. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. എന്തോ ഒരു ഭയം എൻ്റെ ഉള്ളിൽ. കീർത്തന എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവിടെ കിടക്കുന്ന സെബാനെയും മാർട്ടിനെയും പീറ്ററിനെയും എല്ലാം റോക്കി വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഞാനൊന്ന് വീട് വരെ പോവുകയാണ്. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ചുറ്റിനും ഒരു ശ്രദ്ധ ഉണ്ടാവണം. സെബാനോട് റോക്കി പറഞ്ഞു. മച്ചാൻ പോയിട്ട് വാ മച്ചാനെ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. സെബാൻ ഉറപ്പ് കൊടുത്തു. എല്ലാവരെയും ഒന്നുകൂടി നോക്കിയതിനു ശേഷം റോക്കി തന്റെ ബൈക്കിൽ കയറിയിരുന്നു സ്റ്റാർട്ട് ചെയ്തു. ഉടനെ തന്നെ ക്ലീറ്റസ് റോക്കിയുടെ അടുത്തേക്ക് ചെന്നു. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൂടി വരാം, ക്ലീറ്റസ് റോക്കിയോട് പറഞ്ഞു. ക്ലീറ്റസ് റോക്കിയുടെ ബൈക്കിന്റെ പുറകിലിരുന്നു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ബൈക്ക് പാഞ്ഞുപോയി. തന്റെ മുന്നിൽ നിൽക്കുന്ന എതിരാളിയുടെ നെഞ്ചിനിട്ട് പൈലിയുടെ ചുരുട്ടിയ മുഷ്ടി ആഞ്ഞു പതിച്ചു. ഒരു നിലവിളിയോടെ അവൻ മറിഞ്ഞു വീണു. ആ നിമിഷം 4 നായകൾ പൈലിയുടെ അടുത്തെത്തിയിരുന്നു. നിലത്ത് കിടന്ന വാളെടുത്തതും തനിക്ക് നേരെ ചാടി വീണ നായകളുടെ നേരെ പൈലി ആഞ്ഞു വീശി. 4ന്റെയും തല തെറിച്ചുപോയി. ശിരസ് പോയ നായകൾ നിലത്ത് കിടന്ന് പിടഞ്ഞു. നിലത്ത് കിടന്ന് പിടയുന്ന നായകളെ നോക്കി പൈലി കാർക്കിച്ച് തുപ്പി. പച്ചയ്ക്ക് എന്റെ മകളെ കടിച്ചു തിന്ന ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. അത് മനുഷ്യനായാലും ശരി, നായ ആണെങ്കിലും ശരി. പൈലിയുടെ സംഹാരതാണ്ഡവം നീയൊക്കെ കാണാൻ പോകുന്നതേയുള്ളൂ. ഒരു ധീരനെ പോലെ നിന്നുകൊണ്ട് പൈലി പറഞ്ഞു. അപ്പോഴും എഴുന്നേൽക്കാൻ പോലും ആവാതെ നിലത്ത് കിടന്ന് പുളയുകയായിരുന്നു ആ ഗുണ്ടകൾ. അലക്സാണ്ടർ സാവിയോയ്ക്ക് മദ്യം ഒഴിച്ചു കൊടുത്തു. നീ എന്താ ഈ സമയത്ത് പതിവില്ലാതെ വന്നത്? അലക്സാണ്ടറിനെ നോക്കിക്കൊണ്ട് സാവിയോ പറഞ്ഞു. ചില കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്, അതിനാണ് ഇപ്പോൾ വന്നത്. ചില കാര്യമോ? എന്ത് കാര്യം? അലക്സാണ്ടർ നിറച്ച മദ്യ ഗ്ലാസ് കയ്യിലെടുത്തുകൊണ്ട് സാവിയോ ചോദിച്ചു. സാവിയോ, ഉള്ള കാര്യം പറയാമല്ലോ. ഇത്രയും നാളും ഞാനാണ് കല്ലുകാരൻ ഫാമിലി നോക്കി നടത്തിയത്. ഇപ്പോൾ നീ വന്ന് എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഞാനിപ്പോൾ ഒരു കോമാളിയായി.
ആ നാരായണൻ ഉൾപ്പെടെയുള്ളവർ എന്നെ കളിയാക്കുന്നു. എനിക്ക് എന്റെ പവർ തിരിച്ചു വേണം. അതെനിക്ക് കിട്ടിയേ തീരൂ. സാവിയോയുടെ മുഖത്ത് നോക്കി അലക്സാണ്ടർ പറഞ്ഞു. പവറോ? എന്ത് പവർ? സാവിയോ തിരിച്ചു ചോദിച്ചു. എനിക്ക് ആ വീടിന്റെ അവകാശം തിരിച്ചു കിട്ടണം. 50-50 ആക്കി എല്ലാം ഭാഗിക്കണം. എന്നെ ഭരിക്കാൻ നീ വരരുത്. അലക്സാണ്ടർ അത് പറഞ്ഞു കഴിഞ്ഞതും സാവിയോ പൊട്ടിച്ചിരിച്ചു. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. നിനക്ക് ഓർമ്മയുണ്ട് അലക്സാണ്ടർ, ഞാൻ നിന്നെ എൻ്റെ വീടിൻ്റെയും എല്ലാ അവകാശത്തിൻ്റെയും പവർ ഏൽപ്പിക്കുമ്പോൾ ഒരു പിച്ചച്ചട്ടിയുടെ വില പോലും നിനക്കില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ 3 പേക്കോലങ്ങൾ, നീയും നിന്റെ അനിയന്മാരും. സ്വന്തം അപ്പൻ്റെ പിടിപ്പുകേടുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട 3 മനുഷ്യരൂപങ്ങൾ. ആ നിനക്കൊക്കെ ഇത്രയും പവർ തന്ന് ഇന്നത്തെ പോലെ ആക്കാമെങ്കിൽ വലിച്ച് താഴെയിടാനും സാവിയോയ്ക്കറിയാം. സാവിയോ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. നിനക്കെന്ത് യോഗ്യതയുണ്ടടാ എൻ്റെ വീടിൻ്റെ അവകാശം ചോദിക്കാൻ? നീ വെറും പട്ടിയായിരുന്നു. എൻ്റെ വീടിൻ്റെ, എൻ്റെ അവകാശത്തിൻ്റെ കാവൽ പട്ടി. മറ്റൊരാൾ കൈക്കലാക്കാതെ എൻ്റെ സകല സ്വത്തുക്കളും നിന്റെ കാവലിൽ ഏൽപ്പിച്ചിട്ട് പോയത് നീയൊരു നല്ല കാവൽ നായയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. സാവിയോ അലക്സാണ്ടറിന്റെ മുന്നിൽ വന്നു നിന്നു. കാവൽ നായകളെ കൂട്ടിലിട്ട് പുറത്താണ് വളർത്തുന്നത്. അവരെ ആരെങ്കിലും സർവാധികാരം ഏൽപ്പിക്കുമോ? നായയുടെ ജോലി കാവൽ നിൽക്കുക എന്നത് മാത്രമാണ്. ആ നായയ്ക്ക് ഒരു യജമാനനുണ്ട്, അതാണ് ഞാൻ. നായയുടെ ഉപയോഗം കഴിഞ്ഞാൽ തെരുവിലേക്ക് വലിച്ചെറിയാൻ എനിക്കൊരു മടിയുമില്ല. നീ അവകാശം ചോദിച്ചു വന്ന സ്ഥിതിക്ക് ഇനി നിന്റെ സ്ഥാനം തെരുവിലാണ്. അലക്സാണ്ടറിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അയാൾ മദ്യക്കുപ്പി കയ്യിലെടുത്ത് ടേബിളിൽ അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷം അതുകൊണ്ട് സാവിയോയുടെ നേരെ കുത്താനായി ചെന്നു. എന്നാൽ സാവിയോ മിന്നൽ വേഗത്തിൽ ടേബിളിലിട്ടിരിക്കുന്ന ഒരു തുണിയെടുത്ത് കറക്കി അലക്സാണ്ടറിന്റെ കൈ ലോക്ക് ചെയ്തു. ശേഷം അതേ തുണി കൊണ്ട് അലക്സാണ്ടറിന്റെ കൈ കൂട്ടിക്കെട്ടി. അയാളുടെ കയ്യിൽ നിന്നും പൊട്ടിച്ച കുപ്പി താഴെ വീണു. അടുത്ത നിമിഷം തന്നെ കൈ ചുരുട്ടി അലക്സാണ്ടറിന്റെ മൂക്കിനിട്ടിടിച്ചു സാവിയോ. ആ നിമിഷം തന്നെ മൂക്കിന്റെ പാലം തകർന്ന് ചോര വന്നു. അലക്സാണ്ടറിന്റെ തൂക്കി തന്റെ മുന്നിൽ നിർത്തി സാവിയോ. നിനക്ക് സൗഭാഗ്യകരമായ ഒരു ജീവിതം ഞാൻ തന്നു. ഒടുവിൽ നീ അത് സ്വന്തമാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എല്ലാം തന്ന എന്നെ നീ കൊല്ലാൻ ശ്രമിക്കുന്നു അല്ലേ? അലക്സാണ്ടറിന്റെ കോളറിൽ പിടിച്ച് വട്ടം കറക്കിയ ശേഷം സാവിയോ തൂക്കിയെടുത്തെറിഞ്ഞു. അലക്സാണ്ടർ നേരെ താഴേക്ക് വീണു. ഈ സമയം നായകൾ അലക്സാണ്ടറിന്റെ നേരെ പാഞ്ഞു വന്നു. അലക്സാണ്ടർ അവിടെ ഇരുന്ന് ഭയന്ന് നിലവിളിച്ചു. ഇരുട്ടിനെ ഭേദിച്ച് ചീറിപ്പായുകയായിരുന്നു റോക്കിയുടെ ബൈക്ക്. അപ്പനും അമ്മയും മാത്രമായിരുന്നു അപ്പോൾ റോക്കിയുടെ മനസ്സിൽ. പെട്ടെന്ന് എന്തിലോ തട്ടി ബൈക്ക് മറിഞ്ഞു വീണു. റോക്കിയും ക്ലീറ്റസും നേരെ താഴോട്ട് ഉരുണ്ടുപോയി. രണ്ടുപേരും ഏതോ മരത്തിൽ അള്ളിപ്പിടിച്ച് നിന്നു. പതുക്കെ പിടിച്ച് മുകളിലേക്ക് കയറി. ക്ലീറ്റസ് സൂക്ഷിച്ച്. ക്ലീറ്റസിന് റോക്കി മുന്നറിയിപ്പ് കൊടുത്തു. സെബാന്റെ വിളി കേട്ട് കീർത്തനയും രാധികയും ഞെട്ടി എഴുന്നേറ്റു. അവർ വാതിൽ തുറന്നു. പുറത്ത് സെബാനും കൂട്ടരും. നിങ്ങൾ പെട്ടെന്ന് റെഡിയാക്, ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. സാവിയോ സ്ഥലം തിരിച്ചറിഞ്ഞു. അയാളുടെ ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കീർത്തനയും രാധികയും ഭയന്നു പോയി. റോക്കി? അപ്പോൾ റോക്കിയുടെ കാര്യമോ? സംശയത്തോടെ കീർത്തന ചോദിച്ചു. അതോർത്ത് പേടിക്കണ്ട, റോക്കിയാണ് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞത്. നിങ്ങൾ വേഗം റെഡിയാവൂ, ഞാൻ പുറത്ത് വണ്ടി റെഡിയാക്കാം, സെബാൻ ധൃതിയിൽ പറഞ്ഞു. കീർത്തനയും രാധികയും വേഗം പോയി ഡ്രസ്സ് മാറി. നമ്മളിപ്പോൾ എവിടേക്കാ പോകുന്നത്? സംശയത്തോടെ കീർത്തന വീണ്ടും ചോദിച്ചു. മറ്റൊരു സ്ഥലത്തേക്ക്. അതൊക്കെ റോക്കി ശരിയാക്കിയിട്ടുണ്ട്. സംസാരിച്ചിരിക്കാൻ സമയമില്ല, വേഗമിറങ്ങ്. കീർത്തന വാതിൽ പൂട്ടി ഇറങ്ങി. ഇതേ സമയം റോക്കി പതുക്കെ എഴുന്നേറ്റു. തല പൊട്ടിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ ക്ലീറ്റസിനെ നോക്കി. ക്ലീറ്റസ് അല്പം പുറകെയാണ് വരുന്നത്. ക്ലീറ്റസ്, പതുക്കെ വന്നാൽ മതി, കാല് തന്നിയാൽ താഴേക്ക് തന്നെ പോകും. ക്ലീറ്റസിന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് റോക്കി പതുക്കെ മുകളിലേക്ക് കയറി. കൈകാലുകളിൽ ഭയങ്കര നീറ്റൽ. അവൻ റോഡിലേക്ക് കയറി നിന്നു. പെട്ടെന്ന് തലയ്ക്ക് പിന്നിൽ ശക്തമായ അടിയേറ്റ് റോക്കി മറിഞ്ഞു വീണു. ആ നിമിഷം അവിടെ ഒരു വാൻ വന്നു നിന്നു. റോക്കിയെ അടിച്ചിട്ടവരും അതിൽ നിന്നും ഇറങ്ങിയവരും കൂടി റോക്കിയെ തൂക്കിയെടുത്ത് വാനിൽ കയറ്റി. വാൻ പതുക്കെ മുന്നോട്ട് പോയി.
മുകളിലേക്ക് കയറി വന്ന ക്ലീറ്റസ് കാണുന്നത് ആ രംഗമാണ്. ക്ലീറ്റസ് വാനിന്റെ പുറകെ ഓടിയെങ്കിലും വാൻ സ്പീഡിൽ മുന്നോട്ട് പോയി. ക്ലീറ്റസ് നിലത്ത് മറിഞ്ഞു കിടക്കുന്ന അവർ വന്ന ബൈക്കിനടുത്തേക്ക് ഓടിച്ചെന്നു. കീർത്തനയും രാധികയും കാറിന്റെ പുറകിൽ കയറിയിരുന്നു. മാർട്ടിൻ സെബാന്റെ അരികിലിരുന്നു. പീറ്ററിനോട് ബൈക്കിൽ വന്നോളാൻ സെബാൻ പറഞ്ഞു. ഇതേ സമയം സെബാൻ തന്റെ മൊബൈൽ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ഒരു നമ്പർ എടുത്ത് കുത്തി. അത് സാവിയോയുടെ നമ്പർ ആയിരുന്നു. ഞങ്ങൾ പുറപ്പെടുകയാണ് പറഞ്ഞതിനു ശേഷം സെബാൻ ഫോൺ കട്ട് ചെയ്തു. ശേഷം കീർത്തനയെ നോക്കിയൊന്ന് ചിരിച്ചതിനു ശേഷം കാർ മുന്നോട്ടെടുത്തു.